പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഇടുക്കി ആനച്ചാലിലെ സ്കൈ ഡൈനിങ്, അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ഉണ്ട്. സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത് അനുമതി ഒന്നുമില്ലാതെയെന്ന് ഇടുക്കി കളക്ടർ ദിനേശൻ ചെറുവാട്ട്. അനുമതി ലഭിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും സമർപ്പിച്ചിട്ടില്ല. ലിസ്റ്റിലില്ലാത്ത റൈഡിന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വീഴ്ചയാണ് എന്നും പറയുന്നു. അക്കാര്യം സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ ഒരു സമഗ്രമായ പരിശോധന നടത്തും. അനുമതി ഇല്ലെന്ന് കണ്ടെത്തിയാൽ അടച്ചുപൂട്ടും. സാഹസിക വിനോദങ്ങളിൽ കൊച്ചുകുട്ടികളെയും പ്രായം വളരെ കൂടിയവരെയും വിലക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കളക്ടർ പറയുന്നു. സാഹസിക വിനോദങ്ങൾക്ക് അനുമതി നൽകാൻ ജില്ലാ തലത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചാകും സമിതി. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതല്ലേ പ്രിയപ്പെട്ട കളക്ടറെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് ഒക്കെ കൃത്യമായി തന്നെ നടത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇത് ദൈവാനുഗ്രഹം കൊണ്ട് അപകടം ഒന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും അങ്ങനെ മറിച്ചായിരുന്നു സ്ഥിതിയെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയും? ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇപ്പോഴല്ല ഉറപ്പിക്കേണ്ടത്, ഇത് കുറച്ച് മുമ്പേ ആയിക്കൂടെ എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചോദിക്കാനുള്ളത്. വിശദാംശങ്ങൾ ഇപ്പോൾ സുബിൻ തോമസ് നൽകും. സുബിൻ, അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇതൊക്കെ നേരത്തെ ആയിക്കൂടായിരുന്നോ? നേരത്തെ ആകേണ്ടതായിരുന്നു. പക്ഷേ വളരെ വൈകിയാണ് ജില്ലാ ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള ഒരു ബോധോദയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമാനമായ സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് ബോധോദയം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സ്കൈ ഡൈനിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപകടക്കെണികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ യാതൊരുവിധ മുൻകരുതൽ നടപടികളും സ്വീകരിക്കാതെയുള്ള ഒരു പ്രവർത്തനമാണ് സ്കൈ ഡൈനിങ്ങിൽ കൂടെ ഉടമകൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകൾ ഹാജരാക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള അനുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ ഈ സ്ഥല ഉടമകൾക്ക് വില്ലേജ് ഓഫീസർ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ യാതൊരുവിധ കത്തും ഈ സ്ഥല ഉടമകൾ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത് യാതൊരുവിധ അനുമതികളും ഇല്ലാതെ എന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. നമ്മൾ ഇന്നലെ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ടപ്പോഴും അദ്ദേഹം ഏജന്റിയാണ് പറഞ്ഞത് ഈ രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ ഉടമകൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലിലാണ് ഈ റവന്യൂ വകുപ്പ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അഡ്വഞ്ചർ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഇനമാണ് ഈ സ്കൈ ഡൈനിങ്. ഈ സ്കൈ ഡൈനിങ്ങിന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഏതെങ്കിലും തരത്തിൽ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയാണ് എന്നും അത് പരിശോധിക്കാൻ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പ്രകാരം ഇവരുടെ ഒരു മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇവർക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെയുള്ള നടപടിയും സ്വീകരിക്കും. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ യാതൊരുവിധ അപേക്ഷയും നൽകിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഈ അനുമതി ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായും സുബിൻ, അത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അനുമതി ഇല്ലാതെ എന്തൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി തന്നെ ഒരു നിരീക്ഷണം നടത്തി ക്രോഡീകരിച്ച് ഏതൊക്കെ രീതിയിൽ ആക്ഷൻ എടുക്കേണ്ടത് അതൊക്കെ എടുത്ത് കൃത്യമായി തന്നെ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആരുടെ പണിയാണ്? അത് അധികാരികളുടെ തന്നെയാണ്. അതെന്തുകൊണ്ട് എടുക്കാൻ വൈകുന്നു എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്.